വർഷകാല സമ്മേളന സർവകക്ഷി യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്ത് പ്രതിപക്ഷ പ്രതിഷേധം. തൃണമൂൽ വിമതരെ സർവകക്ഷി യോഗത്തിൽ പങ്കെടുപ്പിച്ചതിനെ തുടർന്നാണ് വാക്കൌട്ട്. ടിഎംസിയുടെ പിളർപ്പ് സംബന്ധിച്ചുള്ള വിഷയം സ്പീക്കറുടെ പരിഗണനയിലിരിക്കെ വിമത ടിഎംസിയെ യോഗത്തിലേക്ക് വിളിച്ചത് സർവകക്ഷി യോഗത്തിന്റെ ശോഭയെ കെടുത്തുന്നതാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ അതുപോലുള്ള ഒരു സമീപനവും ആരും സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഈ അക്വിസിഷൻ മെർജർ ടേക്ക് ഓവർ രാഷ്ട്രീയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിപക്ഷം ഒന്നടങ്കം ഈ പറയുന്ന സർവകക്ഷി യോഗത്തിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിരിക്കുകയാണ്. ഈ വാക്കൌട്ട് ചെയ്ത് പ്രതിഷേധം രേഖപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിപക്ഷം വീണ്ടും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. വിഷ്ണു, ഈ വർഷകാല സമ്മേളനത്തിൽ നിരവധി വിഷയങ്ങൾ ഉയർത്തേണ്ടതുണ്ട്. അയോധ്യ സംഭാവന കൊള്ളയുണ്ട്, നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളുണ്ട്, ഒരു മനുഷ്യൻ അവിടെ 21 ദിവസമായി നിരാഹാരം കിടക്കുന്നു, ഇന്നലെ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്, ഭാര്യയ്ക്ക് പരാതിയുണ്ട്. അങ്ങനെ കുറെ അധികം വിഷയങ്ങൾ പാർലമെന്റിൽ വരേണ്ടതുണ്ട്, ചർച്ചയാകേണ്ടതുണ്ട്. പ്രതിപക്ഷം എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗത്തിലൊക്കെ നിലപാടെടുക്കുന്നത്? ആര്യ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം നാളെ തുടങ്ങുമ്പോൾ നീറ്റ് പരീക്ഷാ ക്രമക്കേട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി, അയോധ്യ രാമക്ഷേത്ര കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിക്കുമെന്നത് തീർച്ചയാണ്. എന്നാൽ 5ഓളം പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഈ വർഷകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത്. ഇതിന്റെ നടപടിക്രമങ്ങളുമായി പ്രതിപക്ഷ പാർട്ടികൾ സഹകരിക്കണമെന്ന് ആവശ്യപ്പെടാൻ കൂടി വേണ്ടിയാണ് ഇന്നിപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഈ യോഗത്തിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് പിളർത്തി 20 വിമത എംപിമാർ ഇപ്പോൾ NDA പക്ഷത്തേക്ക് മാറുകയും ഇവർ NCPI എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ലയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പാർട്ടിക്ക് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു ലയനത്തിന് ഇന്നലെ അംഗീകാരം നൽകിക്കൊണ്ട് സ്പീക്കർ വൈകിട്ടാണ് ഒരു മറുപടി കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കത്തിനെ ചൊല്ലിയാണ് ഇപ്പോൾ എന്തായാലും തർക്കമുണ്ടായിരിക്കുന്നത്. കാരണം ഔദ്യോഗികമായി ഈ മെർജിങ്, അതായത് ഈ ലയനം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ എങ്ങനെയാണ് ഇവരെ ഈ സർവകക്ഷി യോഗത്തിലേക്ക് വിളിച്ചത്? തൃണമൂൽ കോൺഗ്രസ് കൊടിയ അനീതി നേരിട്ടു തുടങ്ങിയ വിമർശനങ്ങളാണ് പ്രതിപക്ഷ പാർട്ടികൾ ഈ സർവകക്ഷി യോഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ബില്ലുകളെല്ലാം തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരണം ഉറപ്പാക്കാൻ വേണ്ടി വിളിച്ച യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഈ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കൌട്ട് ചെയ്യുകയായിരുന്നു. തുടർന്ന് പുറത്തു വന്ന് മാധ്യമങ്ങളെ കണ്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയ ശേഷം വീണ്ടും പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ പങ്കെടുക്കാനായി തിരികെ അനക്സ് ബിൽഡിംഗിന്റെ മെയിൻ മീറ്റിംഗ് ഹാളിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ സർവകക്ഷി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. NCPIയിലേക്ക് ലയിച്ച 20 എംപിമാർക്ക് പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനുള്ള ഒരു അനുമതി സ്പീക്കർ ഇന്നലെ നൽകിയിരുന്നു. മാത്രവുമല്ല, ശിവസേന ഉദ്ധവ് വിഭാഗത്തിൽ നിന്ന് കൂറുമാറി ഷിൻഡെ വിഭാഗത്തിലേക്ക് എത്തിയ 6 എംപിമാരുടെ ലയനവും ഇന്നലെ സ്പീക്കർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും പുതുക്കിയ ഒരു കക്ഷിനില അനുസരിച്ച് പോലും NDAക്ക് കേവല ഭൂരിപക്ഷം, അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഇപ്പോഴും പാർലമെന്റിൽ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. എന്നിരുന്നാലും പ്രതിപക്ഷ പാർട്ടികളോട് ഈ സുപ്രധാനമായ 5 ബില്ലുകൾ പാസ്സാക്കുമ്പോഴും പിന്തുണ നൽകണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് ഇപ്പോൾ ഈ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിലും പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് പ്രകടമായി കഴിഞ്ഞു. സ്വാഭാവികമായും നാളെ മുതൽ ആരംഭിക്കുന്ന അടുത്ത മാസം